And this both are 1 month. Can you see this both are 1 month old? Hi friends, welcome back to Zach's Varieties. Gold. നമ്മുടെ നോർവേയിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു മുമ്പ് ഞാൻ എപ്പിസോഡ് ആക്കി. ഇത് ശ്രീലങ്കയിലെ ഗോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിന് വേറെ പ്രൊണൗൺസിയേഷൻ ഉണ്ട്, പക്ഷെ ഇവർ ഗോൾ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഇപ്പം സമയം പുലർച്ചെ 5:30 മണി. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടെ കൊളംബോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടേക്ക് പോവാണ്. ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മളുടെ യാത്ര. ഇതിവിടെ റോട്ടിൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് വെച്ചതാണ്. ഇതിൻ്റെ ഇടയിലാണ് വണ്ടികളൊക്കെ നിർത്തേണ്ടത്. പുലർച്ചെ ആയതുകൊണ്ടാണ് കടകളൊന്നും തുറക്കാത്തത്. ഇപ്പം ഞാൻ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 6:50 ട്രെയിൻ ഉള്ളത്. ഞാൻ താമസിക്കുന്ന ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഞാൻ മുമ്പും പലതവണ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ടിക്കറ്റ് രാവിലെ തന്നെ കിട്ടും. 240 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഇതിവിടുത്തെ റെയിൽവേ പോലീസാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇനി ഞാൻ. ഇപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ പോകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ ടിക്കറ്റ് കൊടുക്കും. ഇവിടെ ട്രെയിനുകളൊക്കെ കറക്റ്റ് സമയത്തിന് തന്നെ പുറപ്പെടും. 6:50 നമ്മൾ ട്രെയിൻ ഉള്ളത്. ആ സമയത്ത് തന്നെ ട്രെയിൻ വരുത്തുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കൊളംബോയിൽ നിന്ന് ഗേലേക്ക് ഗോൾ എന്നും പറയാം. അതായത് അങ്ങനെ 2 പ്രൊണൗൺസിയേഷൻ ഉണ്ട്. 2.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 130 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത്. ഈ ട്രെയിനല്ല കേട്ടോ പോകാനുള്ളത്. ഇത് ഇവിടുത്തെ ഒരു മെമു ട്രെയിനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൈഡിലൂടെ നമ്മളങ്ങനെ സീറ്റാണ്. ഇതിൻ്റെ സൈഡിലും 2 സൈഡിലും അങ്ങനെ നീളത്തിൽ മെട്രോ ട്രെയിനിൻ്റെ അതേപോലത്തെ ഇതാണ്. അപ്പോൾ ഈ മെമു പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രെയിൻ വരിക. നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ള അനൗൺസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:50 ആയിക്കുന്നു. ട്രെയിൻ എത്തിപ്പോയി. അപ്പോൾ നമ്മൾ ട്രെയിന് പുറപ്പെട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കടൽ തീരത്ത് കൂടിയാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്തിക്കുന്നത്. ഞാൻ ട്രെയിനിൻ്റെ അകമൊന്നും എടുക്കുന്നില്ല വീഡിയോ. ഞാൻ മുമ്പ് ഒരു യാത്രയിൽ എടുത്തിരിക്കുന്നത് അതേപോലത്തെ ട്രെയിനിനാണ് സംഭവം ഉള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രാവിലെ കുറേ യാത്രക്കാരും പിന്നെ ടൂറിസ്റ്റേഴ്സും അതിന് പുറമെ ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോകാൻ നമുക്ക്. ഇത് കടൽ തീരത്ത് കൂടിയാണ് ഇത് പോകുന്നത്. ഇത് കടൽ, ഇത് കുറേ താമസക്കാർ. ഇപ്പോൾ ഇത് റെയിൽവേ ട്രാക്ക്, ഇതിൻ്റെ അപ്പുറത്ത് ഹൈവേ ഉണ്ട്, വേറെ പോകുന്നുണ്ട്. ഇതിപ്പോൾ വേറൊരു സ്റ്റേഷനിലെത്തിക്കുന്നത് വടുവ. ഇവിടുത്തെ പരിസരം കണ്ട നമ്മളെ കേരളത്തിലെ പോലെ തന്നെ ഉള്ളത്. വാഴയൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളത്. കൂടുതലും കടലിൻ്റെ തീരദേശ റോഡാണ്. തീരദേശത്ത് കൂടി അതിങ്ങനെ പോകുന്നത്. ഈ ഗേലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബീച്ചൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. യൂറോപ്യന്മാരൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്.
ഇവിടുത്തെ മൈസൂർ കൊലയാണ് അത് തൂങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ വാഴയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ടൂറിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇറങ്ങി, എനിക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു ബസ്സിന് വേറെ പോകുമോ സംശയമുണ്ട്. കാരണം ഗാലയിൽ താമസിക്കൽ ചിലപ്പോൾ റെൻറ്റ് കൂടുതലുണ്ടാവും, അതുകൊണ്ടിരിക്കും തോന്നുന്നു ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ സമയം 9:45. നമ്മളൊരു 7 മണിക്കാണ് ട്രെയിനിൽ കയറിയത്. 8, 9, 2.25 മണിക്കൂറായി യാത്ര. അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, ഗോള്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെ നിർത്തിയ ഉടനെ തന്നെ ഇറങ്ങണം. ഇത് ഇവിടുന്ന് പിന്നെയും പോകും ഈ ട്രെയിന്. ഇത് ലാസ്റ്റ് സ്റ്റേഷൻ അല്ലത്. അങ്ങനെ ഗോളിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ യൂറോപ്പിൽ നോർവേയിലുണ്ട് ഇതേപോലെ ഒരു ഗോൾ മത്സരം. ഇതേപോലെ ശ്രീലങ്കയിലെ ഗോളാണ്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണം. ഇത് ഇവിടുത്തെ പഴയ കാലത്തെ മോഡൽ തന്നെയാണ്. ടൈമൊക്കെ റെയിൽവേ ടൈമാണ് ഇങ്ങനെ നീക്കുന്നതാണ്. കയ്യിൽ വാച്ച് മോഡലാണുള്ളത്. പഴയ മോഡലാണ് ഈ സംഭവം അത്. അപ്പോൾ ഞാൻ ഇനി പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി പുറത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ കറങ്ങണം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം. യൂറോപ്യന്മാർ കുറേ ഉണ്ട്. GALLE ഗാലെ റെയിൽവേ സ്റ്റേഷൻ. ഇതിന് ഇവർ ഗോൾ എന്നും പറയലുണ്ട്. ഗോൾ അങ്ങനെ ഇവർ പ്രൊണൗൺസിയേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഗാലെന്ന പറയുന്ന ഇവിടെ ഉള്ളവരൊക്കെ ഗോൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുള്ളത്. ആ കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇത് ഞാൻ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഇപ്പോൾ നിൽക്കുന്നത്. ഗാല റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഓട്ടോ വണ്ടി. 3000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോയിൽ അങ്ങനെ കംപ്ലീറ്റ് കറക്കി കാണിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വൈകുന്നേരം ട്രെയിനുണ്ട്. വൈകിട്ടുള്ള ട്രെയിനിന് തിരിച്ച് നേരെ കൊളംബോയിലേക്ക് പോവും വേണം. അപ്പോൾ അതാണ് സൗകര്യം. അപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടുത്തെ ഗോളിലെ സിറ്റിയൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇവിടെ ഉള്ള ബീച്ചുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ഇത് കടലാണ്. ആമ വളർത്തൽ കേന്ദ്രമുണ്ട്. അത്യാവശ്യം ഒരു 1.5 ആമയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇതതിൻ്റെ ചുമരുമലൊക്കെ ഈ ആമൻ്റെ ചിത്രവും കാര്യങ്ങളുണ്ട്. ആമ ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. ഇവിടെ ടിക്കറ്റ് ചാർജ് 2000 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 2000 രൂപ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അതാണ് ടിക്കറ്റ് ഓഫീസ്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 2000 രൂപ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. Sir, hi. Hi. Morning. Please go inside. Watch around 2 minutes like that. Yeah. Okay. Then after someone will come and explain No problem. about the turtle and this place. Okay. Yeah. Please go inside. They look like jellyfish. ഇതിൻ്റെ അകത്ത് കുറേ യൂറോപ്യന്മാരുണ്ട്. ഇവിടെ എങ്ങനെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്ലാസ് എടുത്തരും. ആമൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന ഇപ്പോൾ ഇവിടെ വേറെ സ്ഥലത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനതൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി കാണുകയാണ്. ഇതാണ് ഒരാമ. ഇതിങ്ങനെ ആമനെങ്ങനെ ഓരോരോ കെട്ടിടങ്ങൾ വളർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഇവർ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നും അങ്ങനെ കാണാം. അത്യാവശ്യം ആമകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് കടലാണുള്ളത്. കടലിനോട് ചാരിയിട്ടാണ് ഈ ഒരു സംഭവം. ഒരാൾക്ക് 2000 രൂപ, 7 3 21 700 ഇന്ത്യൻ മണി. അധികമൊന്നുമല്ല. എന്നാലും കുറച്ച് ആമനൊക്കെ ഇങ്ങനെ കാണാമല്ലോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആമനെ കിട്ടില്ലല്ലോ. ഇവിടെ കുറേ ടൂറിസ്റ്റേഴ്സൊക്കെ ഉണ്ട് കണ്ടില്ലേ. കൂടുതലും യൂറോപ്യന്മാരാണ് ഈ ഗാലയിലുള്ളത്. ഇത് വലിയൊരു ആമ. ഗാലെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബീച്ച് ഏരിയയാണ്. പിന്നെ ഒരു എൻഡ് ഭാഗത്താണ് നമ്മുടെ ഈ ശ്രീലങ്കൻ്റെ ഒരു ഭാഗത്ത്, ഒരു എൻഡ് ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങനെ കണ്ട് പോകാം. നമ്മളെ ക്ലാസ്സിൻ്റെ സമയം അയക്കുന്ന നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ കേട്ടോണ്ട് ആ ക്ലാസ്. Hi, how are you? Okay, first you have explanation about this place and about the turtle. Then after I can show you one by one tank for you. Okay, and first I have to say we are kept here. All turtles are some injured, handicapped and disabled turtles. Like that one, people are found them on the beach and we bring in here. In here we doing medicine treatment, and when they are get better, we have to send back to the sea. This place like a hospital, but for turtles. And first I need few minutes to explain something about the turtle. At that time you can get little knowledge about the turtle. In the world we can see only 8 different kind of sea turtle, and these 5 species are living in Indian Ocean around the Sri Lanka. But last 3 live in just Atlantic, Pacific and Black Sea. They cannot survive in Indian Ocean water too warm, hot for them. That's why they cannot survive in our ocean. And I can explain about these 5 species. First one is olive ridley turtle. It is smallest species in turtle family, but it's brown one, 70 centimeter length and 40 to 45 kilogram weight, but it's still smallest. And it is an omnivorous. It's seaweed, seagrass, fish, calamari, everything. And lay down eggs twice a time in a year. At a time 100 to 180 eggs lay down. And second one, hawksbill turtle. Its mouth like an eagle. That's why we call hawksbill. And also carnivorous but favorite prawns, fish, calamari like that smooth thing. And it is lay down eggs once a time in a year. At a time 160 to 200 eggs laid down. And third one, easy to recognize them because it's have little bit big head than the others. That's why we call loggerhead turtle. And also carnivorous but favorite oyster, crabs, seashells, coral like that heartful stuff. They have strongest jaw. They can crash and eat with the shell. And fourth one, green sea turtle. It is most common species in Sri Lanka. It's our reason. They are first 20 years eat everything, seaweed, seagrass, fish, calamari, everything. But after 20 years, they become herbivorous. They become vegetarian, like some human. That's why we call green sea. And it is laid down eggs twice a time in a year. At a time 100 to 150 eggs laid down. And last one is leatherback. It is biggest species in turtle family. It's ground one, 800 kilogram weight and 2 meter length. Huge, like a cow. And it's haven't shell, it's have skin, it's like a crocodile skin. That's why we call leatherback. And its favorite food jellyfish.
You know jellyfish poison. And I'm from where I'm from? Switzerland. Switzerland, say koala. 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 And I use Indian. yeah, same jellyfish. You know jellyfish poison for human and animal, but not for them. They can eat and they are help to control the jellyfish population in the world. And these 4 species are living 100 years, but leatherback living more than 150 years. And all the species are starting lay down eggs after 20 years because they become adult after 20 to 80. They are 60 years continue lay down eggs. And they are going mating all time in a year. One female go to many male with mating for collecting sperm and destroying. Then after they making eggs, and she can decide eggs lay down time by themselves. I mean, when ocean is calm and beach is clear time, she can fertilize eggs by themselves. Go, okay? You ready? Because in Sri Lanka's southern coast, egg season is starting November to April. Only we have big beach and calm ocean. That time we can see many females come to southern area for the layout. And now we start our new egg season, and I will explain about the eggs. End of the corner because we have egg hatchery. Now I will show you these 4 species are tank by tank. And this coming first time. Like the strong one we keep in here. You can see it's not like green, but after 20 years they eat only green. That's why we call green sea. And it is we brought here 2.5 months ago. That time one leg missing from the fishing nets. Because many fishermen are using that nylon net. It's illegal, but still they are using. And without leg or arm, it's difficult to hunt and survive in the ocean. But green sea turtle. But we hope to fix the prosthetic leg. Can you see? We cannot see it because when they are sleeping, we cannot see it. They have a small part. It's still working. When we attach something, we hope it's enough for her. Then we can send back to this. And we have another. I will show you. Huh? When motorboat accident, stuck a lot of air inside bottom of the shell. Now, And she's now 12 years old like that, but it's proximate age. When we Can you are, tell how old she is? yeah, we get the age, we use the shell for it. We measure the shell. When she come up, I can show you, otherwise we doesn't disturb for them. We have all terms some injured handicap because we eliminate treatment. When they get better, we can get back to the sea. This one brings single leg, probably fishing. More than 2 hours. And it's a loggerhead turtle. Can you see it's a little bit big head? That's why we call loggerhead turtle. And it is we bring in here 2 months ago. That time shell damage from the boat accident. But our doctor fixed the shell and now we giving calcium. It's like our bones, and she's within 2 months after we can send back to the sea. And this one is foxtail turtle. Can you see? Its mouth like an eagle. They have a beak. Like that. That's why we call hoxtail. And also it's fast swimmer. In turtle family, it can swim in 15 to 20 kilometers per hour.
And it is we bring in here 1 month ago. That time jaw damage from the fishing hook. But we already did the surgery and pulled out, and now we healing. She's within 1 month. Like that, after we can send back to the sea. And now she's 6 years old, like that. And it's grown on 90 centimeter length and 70 kilogram weight. In the tank have 2 male and 1 female. And now she's 4 years old, like that, and it's been brought here 20 days ago. That time struck plastic ring around them. They have very hard shell for their protection, but we touch it, they feel like a ticklish. And she like it. I will show you. When she didn't like, she move away. And if you like, if you want, you can touch only this one and only shell. Other one we cannot touch. There are carnivore, we can bite you. If you like, you can touch only shell, only that shell. You step. Yeah. Looks like so pretty, she green too. Half-month old, yeah. 1.5 month old, and they are born in our hatchery. Born time they are not strongest. I mean, normally in some babies couldn't make it. They are washed back to the beach. Like that one we have to keep in here until it's stronger, but within 3 weeks, like that, we have to try it again. What's the food you keep for them? We have to, sometimes we have to chop the calamari or seagrass. It is we found time, struck small plastic straw. Plastic straw inside the mouth, but we've already pulled out it, and she's within 20 like days after we can release 25 days old. And they are born in our hatchery, but born time same problem. They are not the strongest. That's why we struck a small piece of plastic with polythene. In the ocean, that plastic, polythene, protein look like jellyfish. They are get confused with the food. That's why they try to eat. But we already removed that plastic and polythene, and she's within 20 like this after we try to release to the sea. Now she cannot eat well. They are born last night. And tonight we have to release to the sea. Yeah, because we keep them until dark, even in no birds, less predators, they have more chance. And that time you can see there are different days. This one 1.5 month and 2.5 and 4.5 month. Like that they are born here, born time they are deformed. Deformed one. This is which category? It's a green sea. Like that one we have to keep them until it's stronger. Then it's a olive, which is smaller kind in turtle family. She's now 40 years old, and it is 45 years old, like that albino. How do you say the age? We use for the get the age, we use only second part. In here to here, how many millimeters are in that space, and we have a table we compare with it. It's like a ring of the tree, but it's approximate age, not true. And both are missing from the nets. Then after they ate plastic, now can't sink because of the plastic. Can't sink. Plastic inside the stomach. But now we're giving chemical for them that plastic gets soft and dissolved. Then after it can pass by themselves
but it's a long process. Because that albino we brought here, It has no hand. yeah, that's why they ate plastics, because when they missing front arm, it cannot be called in olive ridley. Can you see that shell like a olive color? That's why we call olive, and that ridley mean it is found is called ridley. Okay, and please go that way. Eye damage from the fishing here. And without eye it's difficult to hunt and survive in the ocean. But green sea species are first 20 years eat everything, but after 20 years they eat only seagrass and seaweed. Then they doesn't need hunt anymore, but she's now 9 years old. It's our 11th years for it. That time we try to train in her take earlier herbivorous. It will succeed within few months after we can send back to the sea. How to know if it's male, female? I will show you. We can recognize it by the tails. Fishing boat. It's a big boat, and when they line the nets after, they collect in everything and use some machine for it. When they strike the turtle or other animal, they doesn't care about anything. It's an illegal business. And when they catch a lot of fish, that time they have to save the net because it's a business. But it's illegal, but still they can see turtle. For sure, these eggs are soft. It's not like chicken eggs. Yes, its cover is like sponge. Yeah, like a snake eggs. That's why May I touch? no, we cannot touch them. That's why females can keep in 100 to 150. Can you see? End of the shell, they have a tail. Did you see? Like that, both male and female have a tail, but when it's visible like this, it's a male. And female have a tail, but that tail shorter than the shell, and it's a female. This is a female. It's a male. Male. Long tail male and female have a short tail. And that middle in the tail, under they have a penis. That's why male have a long tail. It's help to the reproducing. 55 years old like that male, but now she's sleeping like that. Like that nets. Because dogs, mongoose, iguana, and when they are hatched, birds and crabs attack them. But they are natural predators. Unfortunately, some people think when they eat eggs, they have more stronger, high protein, long lifetime, but it's a myth. That's why we have to propose them don't eat and don't sell to eat brought us. People are collect the eggs on the beach and we bring in here. Then we have to pay for them. Otherwise, they haven't any reason to go to us. Then after we buried eggs, our hatchery, and near the egg hole, we show the board. You can see, first we write when we it buried, and that second number of the eggs, how many eggs under the sand, and third which species, we can recognize it by the egg size. Sorry. And that bottom number, it's our records, how many times we done before. After 48 to 60 days, maximum 2 months, eggs hatching from sunrise, and they will come and top by themselves. After we collect them and keep in here until evening. Evening we can send back to the sea because no birds and less predators, they have higher chance to survive.
And last year we released more than 40,000 babies to the sea in our hatchery. But when they are go to the ocean, survive 1 out of 1,000. It's a nature. We cannot change it. But we try to stop it, destroying eggs on the beach. That's why we do that. So, is it clear? Now you have a lot of time, you can spend it and make some pictures and videos, okay? Thank you. ഇപ്പം ലാസ്റ്റ് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗമാണ് ആമമുട്ട മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ഡീറ്റെയിൽസും ഫയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ ആമ വളർത്തൽ കേന്ദ്രത്തിൻ്റെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കടലുണ്ട് എന്ന്. അപ്പോൾ ആ കടലിലേക്കൊന്ന് പോവാണ്. ഇംഗ്ലീഷുകാർ അതിൽ കൂടി ഇങ്ങനെ നടന്നു വന്നാവുന്നുണ്ട്. ശരിക്കും മറ്റേ ഭാഗത്ത് കൂടി എൻട്രൻസ് ഉള്ളത്. ഇവിടെ ആമൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ്, ഇതൊരു പ്രൈവറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ല കേട്ടോ, അത് പ്രൈവറ്റ് സംഭവമാണ്. അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു ഭാഗം, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കാണുന്ന ആ നീളത്തിൽ കാണുന്ന അവിടെയാണ് മുട്ടയൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മളിപ്പോൾ ആമ വെള്ളത്തിൽ നിൽക്കുന്ന ആ ഭാഗം ഉള്ളത്. ഇതിൻ്റെ പരിസരമാണ്, ഒക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങ് ദൂരെ കണ്ടില്ലേ, ഇത് കടൽ. ഒരു ഗോൾഡൻ മണലാണ് ഇവിടെ ഉള്ളത്. തിരകളൊക്കെ ഉണ്ട്, തിര അധികമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു തിരയാണ് ഇവിടുത്തെ തിര. അപ്പോൾ തിരിച്ച് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിൻ്റെ തിരിച്ചുള്ളിലേക്ക് കയറിയിരിക്കുന്നു ഞാൻ. പുതിയ ബാച്ച് വന്നിട്ടുണ്ട്. ഇവർക്ക് തന്നെ പണി, ക്ലാസ് എടുത്ത് കൊടുക്കുക, ഒരു കേൾക്കുക. കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇനി ഞാൻ നല്ല ഇവിടുന്ന് തടിയെടുക്കുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കൊഗാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരദേശ പട്ടണമുണ്ട്. ചെറിയ ഒരു തടാകത്തിൻ്റെ പരിസരത്തുള്ള അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ബോട്ട് സർവീസുകൾ, ഇവിടെ ചെറിയൊരു ഐലൻഡിലേക്കുള്ളൊരു യാത്ര ഒക്കെ ഉള്ള സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇവിടെ ടൂറിസ്റ്റേഴ്സ് ആരും എത്തിയിട്ടില്ല. ഇവിടെ ചെറിയൊരു പാലമുണ്ട്, ആ കാണുന്നതാണ് പാലം, ചെറിയ പാലമാണ്. ഇത് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഇദ്ദേഹം വിശദീകരിച്ച് തരുന്നു. Lanka, not area, down south, this area, they sell brown monkey. Very pendies come both like it. Good. Yeah, kingfisher, heron, eagle, cinnamon island, get down, making show you cinnamon stick, cinnamon drink. Everything goes sheep. 1 hour boat supply. How many other boats, sir? 1 hour. Nice program, sir. ഇത് ഈ കൊഗാലയിലുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ഈ പാലം കടന്ന് അങ്ങനെ അപ്പുറം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ അവിടേക്കും ഒന്ന് പോയി കാണണം. ഇവിടെ കംപ്ലീറ്റ് കണ്ടൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞല്ലേ, ഇതൊരു പ്രത്യേക മോഡൽ. അങ്ങനെ സ്റ്റെപ്പ് കയറി പിന്നെ ഒരു ലെവലിലെത്തി, പിന്നെ അങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. അതായത് വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോകത്തില്ല. വേണമെങ്കിൽ ബൈക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം. വളരെ കുറഞ്ഞ വീതിയുള്ളതാണ്, പക്ഷെ നല്ലൊരു ശാന്തമായൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കാം. അവിടുത്തെ പ്രകൃതി ശബ്ദങ്ങളൊക്കെ ഒന്ന് കേട്ടങ്ങനെ പോകാം നമുക്ക്. ഇത് ശ്രീലങ്ക കടലിൻ്റെ നടുക്കാണല്ലോ, അതിൻ്റെ ഏറ്റവും അടിയിൽ നിൽക്കുന്ന ഗോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെയുള്ള കടലിനോട് ചാരി നിൽക്കുന്ന കണ്ടൽ കാടുകളാണ് ഈ കാണുന്നത്. ചുറ്റും കംപ്ലീറ്റ് കണ്ടില്ലേ.
ശ്രീലങ്കയുടെ തെക്കൻ തീരത്തുള്ളൊരു തടാകമാണല്ലേ. അതിൻ്റെ അടുത്തുള്ള തീരദേശ പട്ടണത്തിൻ്റെ പേരാണ് ഈ കൊഗാല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അത് ഈ ഗാല ജില്ലയിലൊരു നഗര കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത്. ഇതിൻ്റെ ഒരു വശത്ത് പവിഴപ്പുറ്റുകൾ, മറ്റേ വശത്ത് ഈ കൊഗാല തടാകം, പിന്നെ ഇതിൻ്റെ മറ്റു ഭാഗത്ത് കണ്ടൽക്കാടുകൾ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ കൊഗാല തടാകത്തിലേക്ക് ഇവിടുത്തെ ഒരുപാട് പോഷക നദികൾ ഒഴുകുന്നുണ്ട്. കൊളംബോയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 139 കിലോമീറ്ററാണുള്ളത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഒരു അമ്പലമുണ്ട് അറിഞ്ഞതല്ലോ, ആ അമ്പലത്തിന് അങ്ങോട്ടേക്ക് അങ്ങനെ നടന്നു പോകണം. ഇവിടെ ആളും മനുഷ്യനൊന്നുമില്ല, ഒച്ചയും ഇവിടെ ഒന്നും കേൾക്കാനില്ല, ജനങ്ങളൊച്ചയൊന്നുമില്ല. അങ്ങ് ദൂരെ കുറച്ച് പെണ്ണുങ്ങൾ വരുന്നുണ്ട്, ഒരു അമ്പലത്തിൽ നിന്ന് വരിക തോന്നുന്നു. ഇവരൊക്കെ ശ്രീലങ്കക്കാരാണ്. ഐ എം ഫ്രം ഇന്ത്യ. ഇപ്പം നേരത്തെ കണ്ട ശ്രീലങ്കൻ പെണ്ണുങ്ങൾ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലമുണ്ട്, ഇവിടേക്ക് വന്ന് മടങ്ങിപ്പോവാണ്. ഇവിടെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർ. അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗം, ബുദ്ധക്ഷേത്രം, ബുദ്ധവിഹാരയ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാണാം. ഇവിടെ അധികം ആളൊന്നും കാണാനില്ല. ഇവിടെ പൊതുവെ സന്ദർശകർ ഉപയോഗത്തിൽ കുറവാണ്. നേരത്തെ കണ്ട പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാണ് ഇവിടെ വന്ന് പോയത്. ഇവിടെ താമസക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഈ താമര ഉണ്ട്. ഇവിടെ താമര ഇവിടെ വളർത്തുന്നതാണ് തോന്നുന്നുണ്ട് ഈ കെട്ടിൻ്റെ ഉള്ളിൽ. അപ്പം ഞാനിവിടുന്ന് തിരിച്ചു പോവാണ് അങ്ങോട്ടേക്ക്. ഗോൾ, നമ്മുടെ നോർവേയിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു മുമ്പ്, ഞാൻ എപ്പിസോഡ് ഇറക്കി. ഇത് ശ്രീലങ്കയിലെ ഗോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിന് വേറെയും പ്രൊനൗൺസിയേഷൻ ഉണ്ട്, പക്ഷെ ഇവർ ഗോൾ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇവിടെ ഗോൾഫുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണോ ഈ ഗോൾ വന്നത് എനിക്ക് സംശയമുണ്ട്, ഇനി അറിയില്ല എന്താണെന്ന്. ഇവിടെ ഈ കൊഗാലയിലാണ് എയർഫോഴ്സിൻ്റെ ഇതുള്ളത്. ഇത് റെയിൽവേ ലൈനാണ് ആ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിഞ്ഞ് പോവാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് പച്ചപ്പൊക്കെ പിടിച്ചിട്ട് റെയിലിനോട് ചാരിയിട്ട് അങ്ങനെ പോവാണ്. ഇവിടെ മീൻ പിടിക്കുന്ന സ്ഥലമുണ്ട്, ശ്രീലങ്കക്കാരൊപ്പം തന്നെ നമുക്കും അത് നമ്മൾ കാണുന്നത്. What are you doing? I'm doing they sell it for they cut it for here. They cut it. Cut. Kapandalu. Kapandalu. Onde. Onde kapandalu bako. Kana marindi ka kapanin mo. Clean body. Body clean. Only Sri Lanka? Yes, Sri Lanka. അവിടെ മുകളിൽ ഈ കരയിൽ ഇരുന്നിരുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ മീൻ തൊഴിലാളികളാണ്. മീൻ പിടിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ ഗൈഡായിട്ട് നിൽക്കാൻ. അങ്ങ് ആ പാറക്കല്ലുണ്ടല്ലേ, അവിടെയൊക്കെ ഒരു നമ്മളെ കൊണ്ടുപോകും. പിന്നെ ഈ മരത്തിൻ്റെ കെട്ടുണ്ടല്ലേ, ഈ കെട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും. അങ്ങനെ നമ്മളെ മീൻ പിടിച്ചു തരും. അതിന് നമ്മളെന്തൊരു ഫിക്സഡ് ബേസ് ഒന്നുമില്ല. നമ്മളെന്താ സന്തോഷത്തിന് കൊടുക്കുന്നത് വെച്ചാൽ അത് കൊടുക്കാതിരിക്കൂലാരും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മീൻ പിടിക്കാനുള്ള പരിപാടി ഇല്ല. അതവരുടെ ഷെഡും കാര്യങ്ങളൊക്കെയാണ്. ഒഴിഞ്ഞ സമയത്ത് അവിടെ അങ്ങനെ ഇരിക്കും. ആരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോവുകയും ചെയ്യും. ഇവിടെ തിരയൊക്കെ അത്യാവശ്യം ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് ശ്രീലങ്കയിലെ ഗോളിലെ ഒരു കടൽ തീരത്താണ്. ഇവിടെ ഇതിന് പച്ച കളറാണ്, ചില സ്ഥലങ്ങളിൽ നീല കളറുള്ളത്. ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റേഴ്സിനെയും കൊണ്ട് അവർ ചൂണ്ടൽ ഇട്ടിരിക്കും. ആ കല്ലിട്ടില്ലേ, ആ പാറൻ്റെ അതിന് മുകളിൽ ഉണ്ടാവും. ഒക്കെ കാശ് കൊടുക്കണം. ഇവിടെ അതാണ് കുഴപ്പം. എല്ലാത്തിനും കാശിൻ്റെ പരിപാടിയാണ്, അല്ലാണ്ട് വെറുതെ പരിപാടി ഒന്നുമില്ല.
ഇവിടെ ഓരോന്നിനും ഓരോ സ്ഥലം ഇങ്ങനെ ആക്കി വെച്ചൊക്കെയാണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ പിടിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ചെറിയ ബോട്ടുകളുണ്ട്. ഈ ബോട്ടിൽ നമുക്കൊന്നിങ്ങനെ കംപ്ലീറ്റ് ഈ കടൽ കൂടി ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാനുള്ള പരിപാടിയുണ്ട്. ഞാൻ നേരത്തെ അവിടെ കണ്ടലിൻ്റെ അവിടെ ബോട്ട് കയറാതിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സംഖ്യയാണ് അവർ പറഞ്ഞത്. നമ്മളെ വായിലൊതുങ്ങാത്ത സംഖ്യ. പിന്നെ ആ പരിപാടി അവിടെ നിന്ന് അങ്ങോട്ട് ബോട്ടിൽ പോകുന്നത് ഒഴിവാക്കിയതാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മരം നാട്ടിയിട്ടാകുമ്പോൾ അങ്ങനെ ഒരു ഇത് കെട്ടിണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെ വിദേശികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണുള്ളത്. മീൻ പിടിക്കാനുള്ള പിരാന്തന്മാരുണ്ടല്ലോ ചില ആൾക്കാർ, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് മീൻ പിടിക്കുക, കാട്ടിൽ പോയി നായാട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഇവിടെ വന്നിട്ട് ഈ സ്റ്റാൻഡുമ്പോൾ കയറി നിന്നിട്ട് മീനൊക്കെ പിടിച്ചിട്ട് ഇവർക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യാം. ഇവിടെ ഇന്നിപ്പോൾ ആളുകളും കാണാമല്ല ഇവിടെ. ഉങ്ക പേരെന്ത്? പേര് ഇருக்கு മത്സ്യത്തൊഴിലാളികളാണ് ശ്രീലങ്കയിലത്തെ. മലയാളം അറിയില്ല, തമിഴ് അറിയില്ല, സിംഹളയാണ് ഇവർക്ക് അറിയില്ല. സിംഹള പുള്ളിക്കാരൻ എന്തോ കാര്യപ്പെട്ട ആലോചനയിലാണ്. ഗേലെ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ വിട്ടിട്ടാണുള്ള സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ ഏകദേശം സിറ്റി ഭാഗത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിൽ നമ്മുടെ ബോട്ടുകൾക്കുള്ള ഡീസൽ ഈ ബാരലിൽ നിറച്ചിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുപോവാണ് കടൽ തീരത്തേക്ക്. അതാണ് ഈ ഒരു വണ്ടി. പിന്നെ കടൽ തീരത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് റോഡ് കൂടുതലുള്ളത്. റെയിൽവേയും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. ഇവിടെ കൂടുതലും യൂറോപ്യന്മാരാണ് ഇവിടെ കൂടുതലും കാണാം. ഇവിടെയും ട്രിങ്കോമല്ലിയിലും പിന്നെ യൂറോപ്യന്മാർ കൂടുതലുള്ള സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് ബീച്ചുകളുള്ളത്. കൊളംബോയിലൊന്നും ഇതുപോലെ ഇത്രയധികം ബീച്ചുകളില്ല. ബീച്ച് ട്രിങ്കോമല്ലിയിലും പിന്നെ ഈ ഒരു സ്ഥലത്തും ഗാലയിലും ഗോൾഡ് നിറഞ്ഞ ഈ ഗാലയിലാണ് കൂടുതലും ബീച്ചുകളുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബീച്ചും അതിൻ്റെ പരിസരവും ഒക്കെ ഒന്ന് കാണാം. ഇവിടെ വണ്ടി മണൽ വരെ പോവും. പുള്ളിക്കാരൻ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഉണ വാട്ടൂണ ബീച്ച്, ശ്രീലങ്കയിലെ ഗോളിലുള്ള. ഇവിടെ കൂടുതൽ യൂറോപ്യന്മാരാണ്. ഈ ശ്രീലങ്കയിലെ ഗേലെ എന്ന് പറഞ്ഞ ജില്ലയിലെ ഒരു തീരദേശ പട്ടണമാണിത്. ഈ പട്ടണത്തിൻ്റെ പേരാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉന വാത്തൂന എന്നതിൻ്റെ പേര്. ഇവിടെ കൂടുതലും റഷ്യക്കാരാണ് ഉള്ളത്. ഇവിടെ അവരാണ് ഈ ഭാഗത്തേക്ക് കൂടുതലും വരാറുള്ളത്. ഇവിടെ കണ്ടില്ലേ ബിക്കിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മണ്ണ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ബാഗൊക്കെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വളഞ്ഞൊരു നല്ല ഭംഗിയുള്ള ബീച്ചാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ദ്വീപിൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാം. കംപ്ലീറ്റ് ആളുകൾ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കടലിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഇതിങ്ങനെ ലോങ് ടൈപ്പ് ബീച്ചാണ് ഇവിടെ. ഇവിടെ കൂടുതലും നമ്മളെ വെള്ളക്കാരെ കുളിസീന അവിടെ കൂടുതലുള്ളത്. ഇത് ഗേലെ ആണല്ലോ, പക്ഷേ എന്നാലും ശ്രീലങ്കയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഉന വാത്തൂന എന്ന് പറഞ്ഞ ഭാഗമുള്ളത്. ഇതിൻ്റെ തൊട്ട അടുത്ത് പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ നമ്മുടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് താമസിക്കാൻ കടലിനോട് ചാരിയിട്ട് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ മണൽച്ചാക്കുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട്. ഇവിടെ സൺബാത്ത് ചെയ്യാണ് യൂറോപ്യന്മാരിവിടെ. ഇവിടെ നമ്മുടെ പിന്നെ ട്രിങ്കോമല്ലിയിലുള്ള പോലെ തന്നെ ഗോൾഡൻ മണലാണ് ഇവിടെയുള്ളത്. ഈ ഒരു ബീച്ച് കടൽ തീരത്തിനും പഴുവപ്പുറ്റുകൾക്കും പേരുകെട്ടതാണ്. ഗേലെ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ തെക്ക് കിഴക്കാണ് ഈ സ്ഥലം നിൽക്കുന്നത്. കുളി കഴിഞ്ഞിട്ട് വന്ന് സൺബാത്ത് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മുടെ കാര്യമായ വികസനം ഉണ്ടായിട്ടും
ശ്രീലങ്കയിലെ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്നൊരു ലജ്ജാശീലനായ കുരങ്ങുണ്ട്. പർപ്പിൾ ഫേസ്ഡ് ലങ്കൂർ എന്നാണ് അതിൻ്റെ പേര്. അവരുടെ ആവാസ കേന്ദ്രമാണ് ഇത്. അപ്പം ഞാൻ ഉനാ വാത്തൂന, നല്ല സൂപ്പർ പേരല്ലേ, ഉനാ വാത്തൂന, ഈ ബീച്ചിൽ നിന്ന് അങ്ങനെ നമ്മുടെ സിറ്റി ഭാഗത്തേക്ക് ഓട്ടോയിൽ പോവുകയാണ്. ഇനി വഴിയിൽ നമുക്ക് 1-2 സ്ഥലം കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. വാൽമീകിയുടെ രാമായണത്തിലെ കടൽത്തീര പ്രദേശികളെ കുറിച്ചുള്ള വിവരണം ഈ ഉനാവധൂന പോലെയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട്. ഞാനിനി പിന്നെ രാമായണത്തിലെ ഇതിഹാസത്തിൻ്റെ ഇവിടുത്തെ കാര്യം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ രാമായണത്തിലെ ഇതിഹാസത്തിൽ രാവണനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നമ്മുടെ രാജകുമാരി സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച് പരിക്കേറ്റ ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്നതിനായിട്ട് ജാമ്പവാന് ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവനി, വിഷയകരണി, സുവർണകരണി, സന്താനി ഈ 4 ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരാൻ അന്നത്തെ കുരങ്ങൻ യോദ്ധാവായ ഹനുമാനെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച്. ഈ ഔഷധങ്ങൾ തിരിച്ചറിയാൻ ഹനുമാന് കഴിഞ്ഞില്ല. അതിനാൽ ലക്ഷ്മണനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനായി അദ്ദേഹം മുഴുവൻ പർവ്വതവും ഉയർത്തി യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ പ്രക്രിയയിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇന്നത്തെ നമ്മുടെ ഈ ഉനാവധൂനയുടെ സ്ഥാനത്ത് വീണു. അങ്ങനെ ഗ്രാമത്തിൻ്റെ പേര് വീണു എന്നർത്ഥം വരുന്ന ഇതുകൊണ്ടാണ് ഉനാവധൂന എന്നിവിടെ പേരായിട്ട് ഉരുത്തിരിഞ്ഞത്. ഈ ഉനാവധൂനയുടെ അവിടെ മുമ്പ് ആയിരക്കണക്കിന് മരങ്ങൾ, തെങ്ങുകൾ, ഈന്തപ്പനകൾ എന്നിവ ആധിപത്യം പുലർത്തുന്ന ഒരു കടൽത്തീരം, തീരപ്രദേശത്തെ വീടുകളുടെയും ആശ്രമങ്ങളുടെയും നിരകൾ, അവയിൽ വസിക്കുന്ന മനുഷ്യരും ഗന്ധർവന്മാർ, സിദ്ധന്മാർ, സന്യാസിമാർ തുടങ്ങിയ ഉന്നത ജീവികളും ഈ കടൽത്തീരത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എണ്ണമറ്റ ആഭരണങ്ങൾ ധരിച്ച സ്വർഗീയ നിംഫുകളും ദേവന്മാരും അസുരന്മാരും ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന തീരായിരുന്നു ഇതെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു മീൻകടയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മീൻകടൻ്റെ കാഴ്ചയൊക്കെ കാണാം. നല്ല നമ്മളെ എന്താ പറയുക, കേദ്ര വലിയ കേദ്ര മീനുണ്ടല്ലോ ലക്ഷദ്വീപിലൊക്കെ അല്ലേ, ആ ഒരു മീനാവുന്നുണ്ട്. ഇവിടെ യൂറോപ്യന്മാർ ഇവിടെ മീൻ വാങ്ങാതെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും മീൻ വാങ്ങുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം. മീൻകടയൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ് ഇതുള്ളത്. അത്യാവശ്യം നല്ല വണ്ണമുള്ള മീനാണ്. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ടത്. ഒരു 1.5 വലുപ്പം എന്ന് പറഞ്ഞാൽ വലുപ്പമുണ്ടത്. ഇവർ ഈ മീനിന് ചെലവല്ലി എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ കേദരയാണ്, കേദറിൻ്റെ വലിയ സൈസ് കേദര. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വാങ്ങി പോകുന്നുണ്ട് ബ്രിട്ടീഷുകാർ. അപ്പം ഞാനിവിടുന്ന് വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു കഷ്ണം മീൻ വാങ്ങി പൊരിച്ചൊക്കെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള തീരെ സമയമില്ലെന്ന്. ലക്ഷദ്വീപിൽ പോയാൽ ഞാൻ എങ്ങനെയാണ്, അവിടെ നല്ല മീൻ കിട്ടും. മീൻ കിട്ടിയിട്ട് മീൻ വാങ്ങിയിട്ട് നമ്മുടെ കടപ്പിൽ പരിചയമുള്ള കടകളുണ്ട്. ആ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊരിച്ചു തരും. ഒരു തവണ ഇവിടെ പണിക്കാളില്ല, അപ്പം ഞാൻ തന്നെ കടയിൽ കയറിയിട്ട് മീനൊക്കെ നേരാക്കി കൊടുത്ത്, നല്ല ചെറിയ മീനായിരുന്നു, വലിയ മീനല്ലായിരുന്നു, വലിയ മീനൊരു മുറിച്ചു തരും. എന്നിട്ട് അവിടെ കൊടുത്ത് ഏൽപ്പിച്ച് അവർക്ക് ചെറിയ പൈസയും കൊടുത്ത് അവരോട് നല്ലോണം പൊരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം 1.5 കിലോ പൊരിച്ചിട്ട് അടിച്ച് തിന്ന് കയറ്റി ഞാനൊരു ദിവസം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു ഞാൻ. ഇത് നമ്മളെ ഗാലയിലെ കടൽ തീരത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ സിറ്റീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഗാലയിൽ മെയിനായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ കടൽ തീരം. പിന്നെ കാണാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ പ്രസിദ്ധമായ ഒരു കോട്ട ഉണ്ട്. കോട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ്റെയും സിറ്റി തന്നെ ഓപ്പോസിറ്റ് കടലിനോട് ചാരിയിട്ട് ഒരു വമ്പൻ കോട്ട. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടയാണ്. അപ്പോൾ അത് ഗാലയിൽ വന്നാൽ അത് ആരും കാണാതെ പോകരുത് എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടമാനം ദൂരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ. അതിനെപ്പറ്റി വായിച്ചിരിക്കുന്നത് ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു വലിയൊരു കോട്ട സമുച്ചയമാണെന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം അതിൻ്റെ പരിസരത്ത് എത്താനായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഗാലയിലെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണണം. ബീച്ചുകളൊക്കെ എന്തായാലും നിർബന്ധമായിട്ടൊന്ന് കറങ്ങി കാണണം.
ഗേലെ സിറ്റിയിൽ ഇവിടെ ഒരു വമ്പൻ കോട്ടുണ്ട്. പോർച്ചുഗീസുകാരുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്, ഡച്ചുകാരുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ട കാണാൻ നമ്മൾ പോകുന്നത്. കോട്ടൻ്റെ സൈഡ് ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ നമ്മൾ ഓട്ടോ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോട്ടൻ്റെ അകത്ത് കയറണം. ഇതൊരു വമ്പൻ കോട്ടയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇതിൻ്റെ മറ്റേ ഭാഗം കംപ്ലീറ്റ് കടലുള്ളത്. അപ്പോൾ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടമാനം ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റേഴ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗോളിലെ കോട്ടയാണ്. കോട്ട ഇതിൻ്റെ പുറത്തിങ്ങനെ ഗൈഡുമാരുണ്ട്. അവരെൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ നേരിട്ട് പോയി കാണാനുള്ള ഉള്ളൂ. ഇത് ആണ് ഇതിലേക്കുള്ള കടക്കാനുള്ള വഴി. പോകാനും വരാനും ഒക്കെ ഈ ഒരു റൂട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കുന്നത്. ഇതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. ഇവിടെ സ്കൂളുണ്ട്, കോളേജുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, വോളിബോൾ കളിക്കുന്നുണ്ട് ഉണ്ടല്ലേ, വൈറ്റ് യൂണിഫോം ഇട്ടിട്ട്. അപ്പോൾ അവരുടെ സ്കൂള് ഇതിൻ്റെ അകത്തുണ്ട്, ക്യാമ്പസ് അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ കണ്ടമാനം യൂറോപ്യന്മാർ വരുന്നുണ്ട്. അവരിങ്ങനെ നടന്ന് വരുന്നുണ്ട് ഉണ്ടല്ലേ, വയസ്സന്മാരൊക്കെ ആയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ടാറ്റ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇതിൻ്റെ ചരിത്രമോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിൻ്റെ മാപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ സർക്കിളിൽ പോയിട്ട് തുടങ്ങി അതേ വഴിക്കല്ല തിരിച്ചു വരെ വേറെ റൗണ്ട് അടിച്ചിട്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതിനുള്ളിൽ കൂടി അങ്ങനെ ഇനി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ട് പോവാം. ഇവിടെയാണ് ഒരു ജംഗ്ഷൻ ഉള്ളത്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ നേരെ കയറി ഉടനെ തന്നെ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ മരങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ പണ്ട് നോർവേയിൽ പോയ സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ ഇതേപോലെ മരങ്ങളിങ്ങനെ ജാമാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു ഹോട്ടലാണ്, നല്ല രസമായിരിക്കുന്നത് കംപ്ലീറ്റ്. മറ്റേതൊരു ഓവൻ മോഡലിലൊരു അടുപ്പാണ് തോന്നുന്നുണ്ട്. വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്ന് പോവാം. ഇതിനുള്ളിൽ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചിട്ട് അങ്ങനെയും പോകട്ടോ. പക്ഷേ നടന്നു പോവാണ് ഉത്തമം. എല്ലാ ഭാഗങ്ങളും കണ്ട് അങ്ങനെ പോകാം നമുക്ക്. ഓരോരോ ഗല്ലികളൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ പഴയകാല കെട്ടിടങ്ങൾ തന്നെയാണ്. മുമ്പ് ഇവിടെ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്നല്ലോ, പിന്നെ ഡച്ചുകാർ ഭരിച്ച്, പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ച്. ഈ ഗേലെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസ് ഭാഷയിൽ അതിന് കോഴി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അതേപോലെ സിംഹള ഭാഷയിൽ കന്നുകാലിക്കൂട്ടം എന്നാണ് പറയുന്നത്. അതായത് കന്നുകാലികളെ മേയ്ക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്നതാണ് ഗേലയായിട്ട് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതൊരു കോളേജ് കോമ്പൗണ്ടാണ്. ഇതിൻ്റെ നിലമൊക്കെ നല്ല കട്ട വെച്ചിട്ട് നല്ല ഉഷാറാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്. അപ്പം നമുക്കങ്ങനെ നേരെ അങ്ങനെ പോവുകയാണ്. ടൈലർ ഷോപ്പും ഉണ്ട് ഇവിടെ. സ്റ്റിച്ചിങ്ങും ഡ്രസ്സ് വിൽക്കുന്നതുണ്ട് റെഡിമെയ്ഡൊക്കെ ആയിട്ട്. ഇത് വളരെ ഇടുങ്ങിയ റോഡാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിടങ്ങളാണ്. ഇത് വലിയൊരു കോട്ടയാണ്. ഈ കോട്ടൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിന് ഡച്ച് കോട്ട എന്നും പറയും, പിന്നെ റബ്ബാർഡ്സ് ഓഫ് ഗാലെ എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. 2004 സുനാമിയിൽ ഈ ഗാലെ പട്ടണത്തിൻ്റെ ഈ തീരപ്രദേശത്തിന് കുറേ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ശ്രീലങ്കൻ സർക്കാർ ഈ കോട്ടക്കുള്ളിലുള്ള ചില സ്ഥലങ്ങളൊക്കെ പിന്നെ ഇപ്പോഴും ഒരു സ്വത്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ട്. ഈ കോട്ടനെ ലോകത്തിലെ ആധുനിക അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ
നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോട്ടയുടെ പൈതൃക മൂല്യം യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. 1505 ലോറൻസോ ഡി അൽമോഡയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഈ ദ്വീപിൽ ആദ്യമായി വന്നിറങ്ങിയതും അന്നത്തെ രാജാവായിരുന്ന ധർമ്മ പരാക്രമ ബാഹുവുമായും ഉള്ള അടുത്ത സൗഹൃദത്തിൽ ആക്കിയിട്ട് ഇവർ ദ്വീപിലെ വികസനത്തിൽ ശ്രദ്ധേയമായ മാറ്റത്തിന് കാരണമായത് ഇവിടെയാണ്. 1484 മുതൽ 1514 വരെയാണ് നമ്മുടെ ആ ധർമ്മപരാക്രമ ബാഹുവിൻ്റെ കാലഘട്ടം. പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇബ്നു ബത്തൂത്ത പഴയ യാത്രികൻ ഈ തുറമുഖത്താവളം സ്ഥാപിച്ചിരുന്നു. 1640 ഡച്ചുകാർ യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ച് ഈ ഗാലേക്കോട്ട പിടിച്ചെടുക്കാൻ അന്നത്തെ രാജാവ് രാജസിംഹെ രണ്ടാമനുമായി കൈകോർത്തോടെ സംഭവങ്ങളാകെ മാറി. അങ്ങനെ അന്ന് കോസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 2500 പേരുടെ സൈന്യവുമായിട്ട് ഡച്ചുകാർ 1640 തന്നെ ഈ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചെടുത്തു. ഇവിടെ ഒരു സ്ഥലം വിൽപ്പനക്കുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ കോട്ടൻ്റെ ഒരു എൻഡ് കാണുന്നത്. ഞാൻ ഈ എൻഡ് കാണാതെ ഇങ്ങനെ ബേജാറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തും കടലാണുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു പരിസരമൊക്കെ അങ്ങനെ ഒന്ന് കറങ്ങി കാണാം. ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇളനീരും ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഒരു ചോക്കോബാർ അങ്ങനെ ചോക്കോബാർ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോവാണ്. നമുക്ക് ഈ കോട്ടൻ്റെ ഈ ഒരു സൈഡ് അങ്ങനെ കാണാം. കംപ്ലീറ്റ് ഒക്കെ കല്ലൊക്കെ വിരിച്ചാൽ ഉഷാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് ഉണ്ട്. ഇവിടെ സാത്തുകുടി അതുകൊണ്ട് ഇങ്ങനെ തോലും ഇങ്ങനെ എല്ലാം ഉഷാറാക്കിയിട്ട് തൊലിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വെള്ളം അവിടെ വിൽപ്പനുണ്ട്. അത്യാവശ്യം നല്ല ദാഹമുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിയിരിക്കുന്നത്. ഇതാണ് കടലിൻ്റെ കോട്ട വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആക്രമണമൊക്കെ തടയാൻ വേണ്ടിയിട്ട് കണ്ടമാനുണ്ട്. നല്ല റൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ എത്ര പണി വരും. ഉണ്ടോ അങ്ങ് ദൂരെ അവിടെ മറ്റേ ലൈറ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കടൽ, ഇന്ത്യൻ മഹാസമുദ്രം. പാറക്കെട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇവിടെ ഈ സ്ഥലമുള്ളത്. ഈ കോട്ടൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് കടലിനോട് ചാരിയിട്ടാണ്, മറ്റേ സൈഡ് റോഡിൽ നേരത്തെ വരുമ്പോൾ കണ്ടില്ലേ. ഇതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ്. ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ കുളിക്കലൊക്കെ ഉണ്ട്, അലൗഡ് ഉണ്ട്. അത് ദൂരെ കാണാം. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലേ, അതിൻ്റെ നേരെ താഴെ. ഈ കോട്ടയുടെ ബാക്ക് സൈഡാണിത്. ഈ ബാക്ക് സൈഡ് കംപ്ലീറ്റ് കടലാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കയറി വന്ന ഭാഗം കംപ്ലീറ്റ് റോഡ് സൈഡിന് ചാരിയിട്ടാണ്. ഇവിടെ ഈ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. നല്ല സംഭവമാണ് ഇത്. നല്ല ക്രിസ്റ്റൽ വാട്ടറാണ്.
ഞാൻ ആ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടെ മറ്റേ നാടോടികളൊക്കെ പാമ്പ് കഴുത്തിലിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന് പൈസ വാങ്ങൽ പരിപാടി. അപ്പോൾ ഈ കാണുന്നത് ഒരു പള്ളിയാണ്. ഉണ്ട് ആ വൈറ്റ് കളറിൽ മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഞാനിപ്പോൾ ഒരു ലോങ് ആയിട്ടൊരു വീഡിയോ എടുക്കുകയാണ്. ഇതതിൻ്റെ ചുറ്റുഭാഗം ഉള്ള കടലും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ പീരങ്കിയൊക്കെ അടിച്ചേക്കുന്നത്. ഇതാണ് പള്ളി. അത് അന്നത്തെ കാലത്തുള്ള പള്ളി തന്നെയാണിത് സംഭവം. നല്ല വൈറ്റ് കളറിൽ. ഇതും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം തമ്മിൽ നല്ല ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. 2 നിലയും പിന്നെ ഒരു ചെറിയൊരു നിലയുണ്ട്. അങ്ങനെ 2.5 നില ഉള്ള ഒരു പള്ളിയാണിത്. ഞാൻ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ ഈ ഒരു വൈറ്റ് കളർ പള്ളി നമസ്കാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പള്ളിയിൽ കോമ്പൗണ്ടൊക്കെ വെച്ചേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. നല്ല ഹൈറ്റ് ഉണ്ട്. അതിന് തൊട്ടടുത്ത് കുറേ ഇംഗ്ലീഷുകാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഉയരത്തിൽ നിൽക്കുന്ന ലൈറ്റ് ഹൗസാണ്. അവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് പള്ളി. ഇനി ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെയുള്ള പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി മടങ്ങണം. ഇത് ലൈറ്റ് ഹൗസിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, നല്ല ഉയരമുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇവിടെ കുളിയൊക്കെ നടക്കുന്നത്. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചില്ല. അത് ഈ ഒരു ഭാഗമാണ്. ശ്രീലങ്കക്കാരുണ്ട്, യൂറോപ്യന്മാരുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഉപ്പാന്നുള്ളൂ. സാധാ വെള്ളമാണെങ്കിൽ നല്ല രസം. ഇത് ഉപ്പ് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂം പോകണമെങ്കിൽ വലിയ പ്രയാസമാണ് അവിടെ. ഇതുണ്ടല്ലേ, കുളിക്കുന്നുണ്ട് ബിക്കിനിയൊക്കെ ഇട്ടിട്ട്. അവർ പിന്നെ കുളിക്കാൻ വരുന്നതാണ്. മലന്ന് കിടക്കുന്നുണ്ട് ബീച്ചിൽ. പീരങ്കിയൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പീരങ്കിയിൽ നിന്ന് പോകുന്ന ആ ഭാഗം മണ്ണൊക്കെ തുറന്നിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഓരോ കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അങ്ങനെ കാണാം. അപ്പം നല്ല ക്ലീൻ പിന്നെ ആകാശമാണ്, നല്ല വെള്ളമാണ്. ഇത് ഇത്രയേ ഉള്ളൂ വീതി നടക്കാനുള്ള. ഇത് റോഡാണ് ഈ കാണുന്നത്. ആ റോഡിൻ്റെ സൈഡിൽ കൂടി ബിൽഡിങ്ങുകളുണ്ട്. ഇത് കെട്ട്, പിന്നെ ഇത് കടലിനോട് ചാരിയിട്ട് ഇതിലെങ്ങനെ നടന്നു പോവാം. പക്ഷേ താഴത്തുകൂടി പോകുമ്പോൾ ഈ കടൽ കാണാൻ പറ്റില്ല. കടൽ കാണണമെങ്കിൽ ഇതിലെ തന്നെ പോകണം. നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ഇത് വേറെ 2 പെണ്ണുങ്ങളിവിടെ കുളിക്കുന്നുണ്ട്. കുളിക്ക് യാതൊരു കുറവുമില്ല. ഇത് ഈ കോട്ടൻ്റെ അവിടെ തന്നെ വേറെ ഒരു ഭാഗമാണ്. ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ മൺകൂമ്പാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ പുല്ലൊക്കെ ഉണ്ട്. മറ്റേ കെട്ടിയിരിക്കുകയാണ്. ഈ നടക്കുന്ന പാസേജും അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാസേജാണ്. വലിയ വലിയ ഉരുളൻകല്ലുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടർ ഉണ്ടല്ലേ, അടിപൊളി. നല്ല ലൈറ്റ് ബ്ലൂ കളർ ലക്ഷദ്വീപിലെ വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കടലിനോട് ചാരിയിട്ടാണ് ഈ കോട്ടൻ്റെ ഈ ഒരു കെട്ട് നിൽക്കുന്നത്. ഈ കെട്ട് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ പോയിട്ട് നമ്മൾ കയറി വരുന്ന അതുവരെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തും. പിന്നെ അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇതാണ് പാസേജ്. ഈ ഭാഗത്താണ് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. വാഹനങ്ങളൊക്കെ ഇതിനുള്ളിൽ കൂടി പോകും. ഒരുപാട് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട് ഈ കോട്ട. ഇത് അന്നത്തെ കാലത്ത് ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്.
3 കൂട്ടർ ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. ഡച്ചുകാർ ഭരിച്ചിട്ടുണ്ട്, പിന്നെ പോർച്ചുഗീസുകാർ ഭരിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. ഇവർ 3ഉം പിന്നെ ഈ കോട്ടയ്ക്ക് ഉത്തരവാദികളാണ് ഇതിൻ്റെ പണിയിൽ. ഈ ഒരു ഭാഗത്ത് പിന്നെ ഒരു പീരങ്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, അതിനൊരു ഗ്യാപ്പും ഉണ്ട് അതിൽ കൂടി. അവിടുന്ന് ശത്രുക്കൾ വരുന്ന സമയത്ത് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നടന്ന് എൻ്റെ കാലിൻ്റെ അടപ്പൊരിക്കുന്നു. ഇപ്പം എത്തും എന്ന് വിചാരിച്ചിട്ട് സംഭവം ഇപ്പോഴും എത്താത്തൊരവസ്ഥയാണ്. ഇവിടെ പിന്നെ ഒരു കുളിക്കുന്നൊരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇതൊക്കെ നല്ല ഹൈറ്റിലാണുള്ളത് ഈ ഒരു ഭാഗം. കമിതാക്കളൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ കണ്ടില്ലേ, ഈ നീളൊക്കെ കോട്ടയാണ്. ആ അറ്റത്തുനിന്ന് അപ്പം ഞാൻ ഇതുവരെ ഇങ്ങോട്ട് നടന്നു വന്നത് ആ ഒരു മൂലയിൽ നിന്നാണ്. നമ്മളെ അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്, കാല് നല്ല വേദന ഉണ്ട്. പണ്ട് ഭൂട്ടാനിൽ പോയിട്ട് മല കയറിയില്ലേ, ഏകദേശം ആ ഒരു അവസ്ഥയാണ്. അത് മലയെന്നുള്ളൂ ഇത്, പക്ഷെ ഇത് സാധാ ലെവലിൽ നിൽക്കുന്നൊരു ഭാഗമാണെന്നുള്ളൂ. ഇതിനിടയിൽ ഇങ്ങനെ കുറേ കല്ലും പാറക്കല്ലുകളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. തിരക്ക് അധികമൊന്നുമില്ല, തിരക്ക് വളരെ കുറവാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ഹൈറ്റിലാണിത് കെട്ടിണ്ടാക്കിയിട്ടുള്ളത്, കണ്ടില്ലേ? എന്താപ്പം അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗത്ത് പിന്നെ കുളിക്കുന്നൊരു ഭാഗമാണ്. ഇവിടെ കുളിച്ച് കഴിഞ്ഞ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയ. ഇവിടെ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ഏരിയ ഉള്ളത്. ഇത് നല്ലൊരു കെട്ടാണ്. ഈ കെട്ടിൻ്റെ മുകളിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടി തോന്നും. അത്രക്കും വീതി കുറവാണ്. പക്ഷേ റോട്ടിൽ ഇറങ്ങി നടന്നാൽ ഇത് കാഴ്ച കാണില്ല. ഇവിടെ ഒരു പിന്നെ കബർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ചതുരത്തിലുള്ളൊരു കിണറുണ്ട്. ആരതോ ആണ് ഇവിടെ കബറടക്കിയത്. പേര് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ കാര്യപ്പെട്ട ആരാണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അതങ്ങനെ കെട്ടി വെക്കൂലല്ലോ അവർ. ഈ കോട്ടൻ്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു മെറ്റൽ ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതായാലും ഇതാണ് സംഭവം. ഒരു ഭാഗം റോഡ്, ഒരു ഭാഗം കടൽ, അങ്ങനെയാണ് ഇതിൻ്റെ കോട്ടൻ്റെ ഒരു ഭാഗം. ഇതൊക്കെയാണ് ഇതിനുള്ളിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനം അയക്കുന്നത്. ഇവിടെ ഒരു പിന്നെ റോഡൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മെയിൻ റോഡ് എത്താനയക്കുന്നതെന്നാണ്. കണ്ടില്ലേ, കണ്ടമാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങ് ദൂരെ കാണുന്നത്. അപ്പോൾ ഇനി അധികം ദൂരമല്ല പുറത്തേക്ക് കിടക്കാൻ. ഈ സൈഡിൽ കൂടി ഇങ്ങനെ കോട്ടൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാറുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് കടൽ ഭാഗങ്ങൾ ഒരു ഭാഗം ഉയരം ഇങ്ങനെ തന്നെ ഉള്ളത്. ഇനി ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, വലിയൊരു ക്ലോക്ക് ടവർ. ഇപ്പോൾ സമയം 2:05 ക്ലോക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിസരം കൂടി നമുക്ക് കാണാം. എന്നിട്ട് നേരെ അങ്ങനെ പുറത്തേക്ക് കിടക്കണം. ഓട്ടം ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ക്ലോക്കാണ് അത്. ഇപ്പോഴും ഷാർപ്പ് ടൈമാണ്. ഇപ്പോൾ സമയം 2 മണിയാകാതെ ഉച്ചയ്ക്ക്. ഇതാണ് മെയിൻ റോഡ് ഭാഗം. അങ്ങ് ദൂരെ കാണുന്നില്ലേ, ഇത് ലോകപ്രശസ്തമായ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒന്നാണിത്. അവിടെ എന്തോ ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിലവാരത്തിൽ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഇത് ദി എസ്പ്ലനേഡ് എന്നറിയുന്ന ഒരു ഗാലെ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നത്. ഈ ശ്രീലങ്കൻ ദേശീയ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗ്യകരമായ വേദികളിൽ ഒന്നാണ് ഈ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നുണ്ട്. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ഇനി ഇവിടേക്ക് പോകാനുള്ളത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഇതാണ് ക്ലോക്ക് ടവർ. ഇതിൻ്റെ അടിഭാഗമാണ്. ഇവിടുന്ന് അടിഭാഗം തുടങ്ങിയിട്ട് അങ്ങോട്ട് മുകളിൽ കാണുന്നത്. ഇതിങ്ങനെ പോയിട്ട് ടാറ്റ ഇരുന്നുണ്ട് നമുക്ക്. അങ്ങനെ അങ്ങോട്ട് പോവാം. ഇതിലേ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുറത്തേക്ക് എത്തുന്ന ഭാഗമാണ്. ഇതാണ് ക്ലോക്ക് ടവർ. അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഈ സൈഡിൽ കൂടി അങ്ങനെ വന്ന് പുറത്തേക്ക് കിടക്കുന്ന റോഡാണ് ഇപ്പോൾ ഈ റോഡ്. ഇപ്പോൾ ഞാനിവിടെ ഈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളവിടേക്ക് എത്തും. ഇവിടെ ഒരു തൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നേരെ കാണുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലേ, അതിൽ കൂടി അങ്ങോട്ട് നമുക്കിനി പുറത്തേക്ക് കിടക്കാനുള്ള വഴി അതാണുള്ളത്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഓട്ടോ കയറി പോയി നിന്നത്. ഞാൻ ഇതിങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് എത്തും. ഗാലെ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും അടുത്ത് നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഈ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കിടക്കണം. ഇവിടുന്ന് നേരെ കൊളംബോയിലേക്കാണ് യാത്ര. കൊളംബോയിലേക്ക് ഇവിടുന്ന് ട്രെയിനിന് പോവാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ട്രെയിൻ യാത്രയൊക്കെ കാണാം. ഇതാണ് ഗാലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇതാണ് ടിക്കറ്റിന് വരി നിൽക്കുകയാണ് ഇവിടെ. ₹240 ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഇതിവിടുത്തെ ട്രെയിൻ ടൈമാണ്. ഇതിലെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുക. Is arriving shortly on platform number 1. It will stop at Dekkan, Ambalangudu.
Country South, Hari, Mercu, Yamala, Mount Everest, Colombo, Gamma, Wales. ഇപ്പോൾ സമയം 2:40. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ കയറുകയാണ്. കൊളംബോയിൽ നിന്ന് ഗാലയ്ക്ക് വന്ന ആ തിരക്കൊന്നുമില്ല. ഗാലയിൽ നിന്ന് കൊളംബോയിലേക്കുള്ളത്. ഇവിടെയൊക്കെ ലഗേജ് വെക്കുന്ന ഭാഗങ്ങളാണ്. ലഗേജൊക്കെ തണ്ടില്ലേ, കുറവാണ്. ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ഫാനാണ്. നമ്മുടെ മുമ്പേ ട്രെയിനിൻ്റെ ഉൾഭാഗം കാണിച്ചിരിക്കുന്നത് അതേ ഒരു ട്രെയിൻ തന്നെയാണ്. ഇനി വഴിയിലെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ കൊളംബോയിലെത്താം. ശ്രീലങ്കയിലെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ യാത്ര പോലെയല്ല. നമ്മളെ നാട്ടിൽ ചില സ്ഥലങ്ങളിലല്ലേ കടലിൻ്റെ പോയിൻ്റൊക്കെ തീരത്ത് കൊടുക്കുക. ഇതൊരു 95% കടൽ തീരത്ത് കൂടി തന്നെ അങ്ങനെ പോവുകയാണ്. ഒരു ഭാഗം കടൽ, ഇത് ട്രെയിന്, ഇതിൻ്റെ മറുഭാഗം പിന്നെ ഹൈവേ, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കടലാണ് അധികവും നമുക്ക് കാണുക. അപ്പോൾ പിന്നെ കുറച്ച് സിറ്റി കൂടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കൂടുതലും കടൽ തീരത്ത് കൂടിയാണ് റെയിൽവേ ഉള്ളത്. അപ്പോൾ നമുക്കിതങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൊളംബോയുടെ പരിസരത്ത് എത്താനായിട്ടുണ്ട്. സിറ്റിയൊക്കെ കാണാൻ തുടങ്ങിയില്ലേ. 2 ട്രാക്ക് വരുന്ന ലൈനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ശ്രീലങ്കയിൽ വന്നാൽ എന്തായാലും റെയിൽവേ ട്രെയിൻ യാത്ര യൂസ് ചെയ്യണം. കാരണം ട്രെയിനിന് പോയിട്ടുണ്ടെങ്കിലും ബസ്സിന് കാറിന് പോയിട്ടുണ്ടെങ്കിലും ഒക്കെ ഒരേ റൈക്കൂടി തന്നെ പോകുന്നത്. ഇതിന് പാരലായിട്ട് തന്നെയാണ് നമ്മളെ റോഡും പോകുന്നത്. പിന്നെ കടലും ഇതിനോട് ചാരിയിട്ടാണ്, റോഡിനോട് ചാരിയിട്ടാണ്. അതേപോലെ റെയിലും കടലിനോട് ചാരിയിട്ടാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ്. അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇത് മറ്റേ ഭാഗത്ത് ബിൽഡിങ്ങും കാര്യങ്ങളും, ഈ ഭാഗത്ത് കടലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം കടൽ, ഒരു ഭാഗം പിന്നെ സിറ്റി, അങ്ങനെയായിട്ടാണ് ഇപ്പോൾ കൊളംബോ സിറ്റീൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ അങ്ങനെയുള്ളത്. അല്ലാത്ത സമയത്ത് പിന്നെ ഒരു ഭാഗം കടൽ, ഇത് ട്രാക്കും, റെയിൽവേ ട്രാക്കും. ഇത് നല്ല രസമില്ല കാണാൻ. തൊട്ടടുത്ത് തന്നെ കടൽ, അതിനോട് ചാരിയിട്ട് റെയിലും. അടിപൊളി യാത്രയാണ്.
ഇപ്പോൾ സമയം 5:30 മണിയായിരിക്കുന്നു. ഒരു ട്രെയിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ കൊളംബോ സിറ്റി എത്താനായി. അങ്ങക്ക് ദൂരെ കണ്ടില്ലേ ലോട്ടസ് ബിൽഡിംഗ്, അതാ കാണുന്നു. അത് എവിടെ നോക്കിയാലും ലോട്ടസ് ബിൽഡിംഗ് കാണും. അപ്പം ഇനി അധികം സമയമില്ല ഇറങ്ങാൻ. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു ട്രെയിന് പോകുന്നുണ്ട്. ഈ ട്രെയിനും തമ്മിൽ ചില സ്ഥലങ്ങളിൽ ഏകദേശം ഒരു 1/2 മീറ്റർ ഗ്യാപ്പിലാണ് ഉള്ളതുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ കാണാം. ഈ ഒരു ഗ്യാപ്പിൽ ഇനി കാണാം. ഇതിങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഒരു 1/2 മീറ്റർ ഗ്യാപ്പിലാണ് ഇനി പോവുക. ഇപ്പോൾ സമയം 5:40. ഞാൻ കൊളംബോ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ മറുഭാഗത്തേക്ക് പോകണം. മറുഭാഗത്തേക്ക് പോകാൻ കോണി കയറുന്നില്ല. ഇതിലെങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇതിലിറങ്ങിയിട്ട് റെയിൽ അങ്ങോട്ട് കടന്നു പോവാം. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം കണ്ടുവച്ചിരുന്നു. ഞാൻ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുക. അത് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ടിക്കറ്റ് വാങ്ങി വെക്കും. പക്ഷേ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. എനിക്ക് ഓർമ്മക്ക് വേണമെന്നിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് കൊളംബോ സ്റ്റേഷന്. ഇനി ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകണം. ഇന്ന് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോകണം. അപ്പം നമുക്ക് തെരുവിലെ കുറച്ച് കച്ചവടങ്ങളൊക്കെ കാണാം. ഞാനിങ്ങനെ നടന്നു പോവാണ് റൂമിലേക്ക്. ഓട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് രാത്രിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഈത്തപ്പഴമാണ് വിൽക്കുന്നത്. തെരുവോര കച്ചവടം നല്ല സജീവമാണ്. ചെറുതായിട്ട് മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇവിടെ.
ഇവിടുത്തെ ഓട്ടോയുടെ കളറൊക്കെ ഒന്ന് ഉണ്ടോളി. ഇതൊന്ന് ചുവപ്പ്, പിന്നെ അതിൻ്റെ നേരെ ബാക്കിൽ പച്ച, പിന്നെ മഞ്ഞ, പിന്നൊരു ബ്ലൂ, പിന്നെ വേറൊരു ലൈറ്റ് ബ്ലൂ, പിന്നൊരു ഗ്രീന്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഇവിടെ അങ്ങനെ കളറൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ ടാക്സിക്കൊന്നുമില്ല. എന്താണോ കമ്പനിക്കാർ കളറടിക്കണമെന്ന് വെച്ചാൽ ആ കളറിൽ ഇവിടെ ഓടുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓട്ടോകളാണ്. ഉണ്ടോ, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. പൊതുവേ എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കാണുമ്പോൾ നല്ല രസമാണ്. ഇവിടെ ഗവൺമെന്റിന് കളർ വിഷയമേ അല്ല ഓട്ടോറിക്ഷയ്ക്ക്. പിന്നെ അതിന് പുറമെ യൂണിഫോമിനെ ആവശ്യമില്ല. ആകെ പോലീസുകാർ മാത്രമാണ് യൂണിഫോം എടുത്തത്. പക്ഷേ പോലീസുകാർ യൂണിഫോമിൻ്റെ അടിപൊളി പച്ചനത് ചാണകപ്പച്ചനൊക്കെ ഉണ്ട്. നല്ല സൂപ്പറാണ്. പക്ഷേ വേറെ ഒരാൾക്ക് യൂണിഫോമിനോട് ആവശ്യമില്ല. പിന്നെ സ്കൂൾ കുട്ടികൾ യൂണിഫോം എടുക്കും. അത് കൂടുതലും വെള്ളയും വെള്ളയാണ്. ഫിനിഷ് ടുഡേ ഫിനിഷ്. തെരുവോര കച്ചവടക്കാരൊക്കെ സാധനം പാക്ക് ചെയ്ത് തുടങ്ങിക്കുന്നു. ഈ റോഡ് സൈഡിലുണ്ടല്ലേ, അപ്പോൾ ആകെ തന്നെ റോഡിന് തന്നെ വീതി കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഇതാണ് ബട്ടർ കളർ എന്നിട്ടുള്ള ഓട്ടോറിക്ഷ. ബട്ടർ കളറുണ്ട്, അങ്ങനെ ഒരുപാട് കളറുണ്ടല്ലോ, നേരത്തെ കാണിച്ചെന്നില്ലേ. അതിൻ്റെ ഇടയിലേക്ക് ട്രോളി ഉണ്ട്, ഈ മറ്റേ അരിച്ചാക്ക കൊണ്ടുവന്ന. അപ്പോൾ പ്ലാസ ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. ഇതതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ പള്ളി. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു, റെഡ് മോസ്ക്. ഇതാണ് ലഗേജുകൾ കൊണ്ടുവന്ന സാധനം കണ്ടില്ല വണ്ടിയിൽ. നല്ല രസമാണ്. മഴ പെയ്തിട്ട് റോഡൊക്കെ നനഞ്ഞേക്കുന്നു. ഇവിടെ കംപ്ലീറ്റ് ഗോൾഡ് സൂക്കാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. ഈ റോഡ് കംപ്ലീറ്റ് അവിടെയാണ്. ഞാനിപ്പോൾ ഒരു പലവ്യഞ്ജനങ്ങൾ വെക്കുന്ന ഒരു കടയിലാണ്. ഇവിടെ കുറച്ച് കറുകപ്പട്ട നല്ലത് കിട്ടും. അപ്പോൾ അത് കുറച്ച് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് ആ കട. ഒരുപാട് മസാലപ്പൊടികളും മറ്റുമൊക്കെ ഉണ്ട് ഒരു ഷോപ്പാണ്. അപ്പം ഞാൻ ഹോട്ടലിൽ കയറാണ്. ഇത് ഹോട്ടലിലെ സാൻഡ്വിച്ച് ഉണ്ട്, നൂൽപുട്ടുണ്ട്, കോഴി ഫുൾ പൊരിച്ചതുണ്ട്, കറികളൊക്കെ ഉണ്ട്, പച്ചക്കറി. മെയിനായിട്ട് ഇവിടെ നൂൽപുട്ടിൻ്റെ പരിപാടി. ഇടിയപ്പം ഇവിടെ കംപ്ലീറ്റ്. ഇടിയപ്പം ബിരിയാണി, ഇടിയപ്പം ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കറികളാണ്, കംപ്ലീറ്റ് കറികൾ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അത് നേരിട്ടായിട്ട് കൊണ്ടുപോയി കൊടുക്കുക നമ്മുടെ കസ്റ്റമർക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഭാഗമാണ്. ഇതാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ. ശ്രീലങ്കയിലെ പൊറോട്ട സ്ക്വയറിൽ സർക്കിൾ ഇവിടെ കണ്ടിട്ടില്ല. സ്ക്വയർ പൊറോട്ട. തിരിച്ച് റൂമിലേക്ക് പോകണേ. കുറച്ചും കൂടി ഡോളർ ഞാൻ മാറ്റിയിരിക്കുന്നു ഇവിടുന്ന്. അപ്പോൾ ആ ഒരു കടയാണ്, ഒരു ജ്വല്ലറി ഷോപ്പാണ്. അപ്പം ഇന്ന് കടന്നുറങ്ങിയിട്ട് നാളെ പുലർച്ചെ എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.